ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ദുരൂഹതയുള്ളതും ഒരു രാത്രി 12 മണിയോടുകൂടി താങ്കളെ കാണാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വരുന്നു. വന്ന് സംസാരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോ എങ്ങനെ പുറത്തു വരുന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്നത് വി ഡി സതീശനും മറ്റു നേതാക്കന്മാരൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ല, അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മാത്രം പോയതാണെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരു MLA യും PV അൻവറിനെ കാണാൻ വരണമെങ്കിൽ അത് ഈ പ്രതിപക്ഷ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അറിയാതെ വരുമോ? ഇതൊക്കെ ഇത് കാണുന്നതും കേൾക്കുന്നതും നിലമ്പൂരിലെയും കേരളത്തിലും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അതിന് ഇനി മറുപടി പറയാൻ ഞാൻ ആൾറെഡി ഇതൊക്കെ പറഞ്ഞു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, PV അൻവർ UDF ഒരു തലവേദനയെ അല്ല എന്ന് രാവിലെ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുകയും രാത്രി അർദ്ധരാത്രിയോടെ PV അൻവർ വീട്ടിൽ വന്ന് കാണുകയും ചെയ്യുന്നു. എങ്ങനെയാ അതിനെയൊക്കെ വിലയിരുത്തുന്നത്? ഞാൻ വിലയിരുത്തുന്നില്ല, അതൊക്കെ ജനങ്ങൾക്ക് വിട്ടു. UDF വാതിലടച്ചു എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ വാതിലടച്ചു കഴിഞ്ഞാൽ LDFിലേക്ക് എന്തായാലും പോകാൻ കഴിയില്ല, BJPയിലേക്കും പോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി PV അൻവർ അനാഥമായി എന്നുള്ളതല്ല വസ്തുത. എങ്ങനെ അനാഥമാവുന്നത്? PV അൻവറിന് അനാഥമാകണമെങ്കിൽ പടച്ച റബ്ബ് തീരുമാനിക്കണം. ഈ പറയുന്ന ആളുകൾ, ഈ നേതാക്കന്മാരെല്ലാം തീരുമാനിക്കണം. രണ്ടാമത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കണം. സർവശക്തനായ ദൈവവും നിലമ്പൂരിലെ ജനങ്ങളും എന്നെ കൈവിടില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ട്രാറ്റജിയിൽ അനുഭവത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാ അനാഥാവുന്നത്? PV അൻവർ നിലമ്പൂരിലെ ജനങ്ങൾ കൈവിട്ടാലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടെ മത്സരിക്കാൻ സജീവമായിട്ടുണ്ട്. 23-ാം തീയതി കഴിയട്ടെ, അതിനുത്തരം അപ്പൊ പറയാം. ഒറ്റ കാര്യം, ഏറ്റവും ഒടുവിലത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ജനകീയ മുന്നണി രൂപീകരിച്ചായിരുന്നു. നഗരസഭ ആദ്യമായിട്ട് രൂപീകരിച്ചതിനു ശേഷം LDF ഭരണത്തിൽ വന്നത്. അതേ ജനകീയ അൻവറിന്റെ ഒരു പങ്കുമില്ല എന്നല്ല CPM. ഞാൻ പറയട്ടെ, അതേ ജനകീയ മുന്നണിയുടെ ഒരു പാറ്റേൺ ആണോ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ മുന്നോട്ട്? എന്ത് സംശയം? 9,000-ഓളം വീട് നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ നടന്നു കയറിയവനാണ് ഞാൻ. അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഞാൻ വരുമ്പോൾ CPM-ന് 3 സീറ്റാണ് ഉള്ളത്, 4 സീറ്റ്, ഒരു സ്വതന്ത്രം അടക്കം. CPIക്ക് 2-3 സീറ്റ്, 7 എണ്ണം അല്ലത് ഈ 33-ൽ. മനസ്സിലായോ? ആ അവസ്ഥയിൽ നിന്ന് ആ മുനിസിപ്പാലിറ്റിയിലെ വീടുകൾ കയറിയിട്ട്, കാരണം മുനിസിപ്പാലിറ്റിയിലെ ഡെവലപ്മെൻറ്റ് പ്രവർത്തനം നടത്താൻ ഒരു നിലക്കും എനിക്ക് സാധിക്കില്ലായിരുന്നു. ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം മുനിസിപ്പാലിറ്റിയുടെ ഇടപെടൽ ഭയങ്കരമായിരുന്നു. ഷൗക്കത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ എന്താ പറയുക, പ്രതിസന്ധിയിലാക്കുന്നത്. 9,000-ഓളം വീട് കയറിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണം, ഈ നാടിൽ ഇവിടുത്തെ പ്രവർത്തനത്തിൽ ഇടപെടാൻ, നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി തരാൻ, ആശുപത്രിയിൽ, സ്കൂളിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇദ്ദേഹം തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി നിങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തെങ്കിൽ എനിക്ക് ഈ ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞ് 9,000 വീട് ഏത് MLA കയറും? രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന വീട് കയറ്റം ഉച്ചക്ക് 11 മണി വരെ ഞാൻ കയറും. 11 മണി തൊട്ട് ഈ പറയുന്ന 2, 2:30, 3 മണി വരെ ഒന്ന് റെസ്റ്റ് ചെയ്യും. 3 മണി തൊട്ട് രാത്രി 10 മണി വരെ വീട് കയറും. ഒരു ദിവസം 600-ഉം 700-ഉം 800-ഉം വീട് കയറിയ ദിവസമുണ്ട്. ഞാൻ 2 മസിലും പൊട്ടിയിട്ട് നീ ക്യാപ്പ് ഇട്ടിട്ടായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ പിടിച്ചെടുത്തിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വികസനങ്ങൾ ഞാൻ സാധ്യമാക്കിയത്. അപ്പം ഇപ്പോൾ പറയുന്ന അൻവറിന് ഒരു എന്താ പറയുക, രോമത്തിൻ്റെ പങ്കാളിത്തത്തിൽ ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയില്ല. PV അൻവർ ഏറ്റവും അവസാനം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, പിന്നെ മത്സരിക്കുന്നു എന്ന് പറയുന്നു, ആദ്യം പണം കയ്യിലില്ല എന്ന് പറയുന്നു, അങ്ങനെ പല വിവാദങ്ങളുമായി, ഇല്ലെങ്കിൽ UDFിലേക്ക് പോകും എന്ന് പറയുന്നു, പിന്നെ പോകില്ല, അങ്ങനെ പലവിധ ചർച്ച. യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെയുള്ളൊരു സംസാരം. PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു, ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടോ PV അൻവറിന്? ഞാൻ അതൊന്ന് വിശദീകരിക്കാം. ഇത് വിശദീകരിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കണം. ഇത് ലൈവാണെന്ന് എനിക്കറിയില്ല. ഇതിൽ ഞാൻ പിണറായി വിജയനുമായിട്ടുള്ള ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നു, എനിക്ക് ഇറങ്ങി വരേണ്ടി വരുന്നു. എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. ഇതിന് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം. ഞാൻ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം എന്താ ചിന്തിക്കുക, ആ പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾക്ക് എന്ത് ഗുണം ചെയ്യാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി വേണം. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് തമിഴ്നാട്. ഏകദേശം 35 ലക്ഷം മലയാളികൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും DMK-യുമായി ഒരു ധാരണയുണ്ടായി. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, സെക്യുലറിസത്തിന് വേണ്ടി BJPക്കെതിരെ നിലകൊണ്ട ഒരു നേതാവ് കൂടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ നിലക്ക് അങ്ങനെ ഒരു സാധ്യതയാണ് ഞാൻ ആദ്യം തേടിയത്. അതിനവർ വളരെ അനുകൂലവുമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തു, പിണറായി വിജയൻ കടക്കൽ കത്തിവെച്ചു. അതാണ് ആദ്യത്തെ വിഷയം. പിന്നെ ഞാൻ അടുത്ത ആൾട്ടർനേറ്റീവ് ആലോചിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്താണ് മാർഗം? പിണറായി വിജയനും ഇടപെട്ടാലും കോൺഗ്രസ് ലീഡർഷിപ്പ് ഇടപെട്ടാലും എന്നെ സ്വീകരിക്കാൻ ശേഷിയുള്ള ത്രാണിയുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് പിന്നെ ഞാൻ അന്വേഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് മമതാ ബാനർജിയേ ഉള്ളൂ. പിണറായി വിളിച്ചിട്ട് കാര്യമില്ല, കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് വിളിച്ചിട്ടും കാര്യമില്ല. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അവർ ആത്മാർത്ഥമായി ഇപ്പോൾ ഈ VD സതീശൻ ചെയ്ത പണി അവർ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പം ഒരു ഉറച്ച ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നിൽക്കുന്ന നല്ലൊരു പഴയകാല കോൺഗ്രസ്സുകാരി, ഒരു തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോഴും പാവപ്പെട്ടവർക്കുള്ള പോരാട്ടം നടത്തുന്ന
ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടി, 42ഓളം MP മാർ, ഒരു മുഖ്യമന്ത്രി, 190ഓളം MLA മാർ, 1-2 സംസ്ഥാനങ്ങളിൽ അത്യാവശ്യമുണ്ട്. ആ പാർട്ടിയെ ഞാൻ സെലക്ട് ചെയ്തു. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മനുഷ്യൻ താഴേക്ക് വീഴുമ്പോൾ എല്ലാ ചില്ലകളും കൊമ്പും പിടിച്ചു നോക്കൂലേ? പിടിക്കുന്നത് പലതും ഇടിഞ്ഞു വീഴുന്നു, അവസാനം മരത്തെ പിടിക്കൂലേ? അല്ല, ഞാൻ എന്ത് ചെയ്യും?